Good morning, students. In the previous class, we have discussed what is a one-dimensional wave equation and how to solve it. And we have obtained the solution of one-dimensional wave equation. Here in this class, we will discuss the problem. A tightly stretched string of length L is fixed at both ends. Find the displacement y of xt if the string is given an initial displacement f of x and an initial velocity g of x. അതായത് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷനും ബൗണ്ടറി കണ്ടീഷൻസും അപ്ലൈ ചെയ്തുകൊണ്ടുള്ള വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഓൾറെഡി വി നോ ദാറ്റ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ അപ്പോൾ ഒരു സ്ട്രിങ് വിച്ച് ഇസ് ഫിക്സഡ് അറ്റ് ഇറ്റ്സ് ബോത്ത് എൻഡ്സ് A and B of length L is made to vibrate, then the displacement yxt is given by the partial differential equation dou square y by dou t square equal to c square into dou square y by dou x square എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. The solution or the displacement y of xt is given by c1 cos px plus c2 sin px into c3 cos cpt plus c4 sin cpt. Now all of you know the solution. Let this be equation 1. Now what we are going to do now is we are going to find out the constant c1, c2, c3, c4 and also the term p. ഇത്രയും കോൺസ്റ്റൻസും പിയും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ബൈ യൂസിങ് ദ കണ്ടീഷൻസ് ഗിവൺ. എന്ത് കണ്ടീഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്? ബൗണ്ടറി കണ്ടീഷൻസും ഉണ്ട്, ഇനീഷ്യൽ കണ്ടീഷൻസും ഉണ്ട്. ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? ബൗണ്ടറി കണ്ടീഷൻസ് മീൻസ് ദ കണ്ടീഷൻ അറ്റ് ബോത്ത് എൻഡ് ഓഫ് ദ സ്ട്രിങ്. ഈ സ്ട്രിങ്ങിൻ്റെ രണ്ട് എൻഡിലുമുള്ള കണ്ടീഷനാണ്. ഇപ്പോൾ എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 on the end A and x equal to L at the end B. x 0 ആവുമ്പോഴും രണ്ട് എൻഡിലും എയിലും ബിയിലും എക്സ് 0 ആവുമ്പോഴും ഡിസ്റ്റൻസ് x ഈക്വൽ ടു L ആവുമ്പോഴും എന്താണ് ഇതിൻ്റെ ബൗണ്ടറിയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്? അതാണ് ബൗണ്ടറി കണ്ടീഷൻസ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ, അത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ദ ഡിസ്പ്ലേസ്മെൻറ്റ് y അറ്റ് ദ ലെഫ്റ്റ് എൻഡ് എ എക്സ് ഇസ് ഈക്വൽ ടു 0 ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ലെഫ്റ്റ് എൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അതെന്തായിരിക്കും? യു ക്യാൻ തിങ്ക്. നമുക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് എൻഡും ഫിക്സ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് y0t എന്ന് പറഞ്ഞാൽ അറ്റ് എനി ടൈം ഏത് സമയത്തും ഈ എൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അടുത്ത എൻഡിൽ അതായത് എക്സ് ഈക്വൽ ടു എൽ ആവുമ്പോൾ ബിയിൽ എക്സ് ഈക്വൽ ടു എൽ എന്ന് കൊടുക്കാം, എക്സ് ഈക്വൽ ടു എൽ ടി അപ്പോഴും എന്ത് തന്നെയായിരിക്കും? ആ എൻഡും ഫിക്സഡ് ആണ്. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. സോ അവിടെയും നമുക്ക് 0 ആണ്. ഈ കണ്ടീഷൻസിനെയാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് അടുത്തത് ഉള്ളത് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്ക് തന്നിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് the string is given an initial displacement f of x and an initial velocity g of x. എന്താണ് അതിന് മനസ്സിലാവുന്നത്? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ് ഓൾറെഡി ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് അതിനെ നമ്മളെ വൈബ്രേറ്റ് ചെയ്യാൻ വിടുന്നത്. അതായത് സ്ട്രിങ്ങിനെ നമ്മളൊന്ന് വലിച്ച് ഒരു ഡിസ്പ്ലേസ് ചെയ്യും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു എഫ് എക്സ് എന്ന് പറയുന്ന കർവ് പോലെയാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. സ്ട്രിങ്ങിനെ നമ്മൾ വലിച്ചിട്ട് റിലീസ് ചെയ്യണം. അപ്പം നമുക്ക് അവിടെ ഒരു വെലോസിറ്റി അപ്ലൈ ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ആ ഇനീഷ്യൽ വെലോസിറ്റി എന്തായാലും ഡിസ്റ്റൻസിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. കാരണം വെലോസിറ്റി അത് ഓരോ പോയിന്റിലും ഓരോ ഡിസ്റ്റൻസിലുള്ള ഓരോ പോയിന്റിലും വെലോസിറ്റി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ലെറ്റ് ദാറ്റ് ബി ടേക്കൺ ആസ് ജി ഓഫ് എക്സ്. അതുപോലെ തന്നെ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റും എക്സിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഓരോ ഡിസ്റ്റൻസിലും പോയിൻറ്റ്സ് ഡിസ്പ്ലേസ്ഡ് ആണ്. അതുകൊണ്ട് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റും എഫ് ഓഫ് എക്സ് ആണ്, ഇനീഷ്യൽ വെലോസിറ്റി ജി ഓഫ് എക്സ് ആണ്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് y ഓഫ് എക്സ് ടി ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടി ഈക്വൽ ടു 0യിൽ എന്താണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്? അതായത് y എക്സ് ടി അറ്റ് yxt yx0
സീറോ ടൈമിൽ ഇനീഷ്യലി എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് ഗിവൺ ആസ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഓൾസോ ഗിവൺ ആസ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ജി ഓഫ് എക്സ്. എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി? വൈ ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ യു നോ ദാറ്റ് ദ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ ഡോ വൈ ബൈ ഡോ എക്സ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡോ വൈ ബൈ ഡോ ടി, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഡോ വൈ ബൈ ഡോ ടി ആണ് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി. അത് അറ്റ് ദ ടൈം ഇനീഷ്യലി സീറോ ടൈമിൽ ഡോ വൈ ബൈ ഡോ ടി ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഗിവൺ ആസ് ജി ഓഫ് എക്സ്. ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ അറ്റ് ദ ടൈം സീറോ ഓർ ഇനീഷ്യലി the initial displacement is f of x and initial velocity dou y by dou t is equal to g of x. അങ്ങനെ we are provided with 4 conditions, 2 boundary conditions and 2 initial conditions. ഈ 4 കണ്ടീഷൻസും യൂസ് ചെയ്ത് we are going to solve this displacement. We are going to find out these arbitrary constants C1, C2, C3, C4 and also the term unknown term P. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us apply each condition one by one. ഓരോ കണ്ടീഷനെയും ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് സോൾവ് ചെയ്യാം. ഓക്കെ, നൗ ടേക്ക് ദ ഫസ്റ്റ് കണ്ടീഷൻ, ഇനീഷ്യൽ ബൗണ്ടറി കണ്ടീഷൻ ആദ്യം അപ്ലൈ ചെയ്യാം. ലെറ്റ് ടേക്ക് ദ ഫസ്റ്റ് കണ്ടീഷൻ y of 0t is equal to 0 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ y of 0t 0 ആവും. ഇവിടെ നമുക്ക് എക്സിന് 0 കൊടുക്കാം. സോ ദ ഇക്വേഷൻ 1 becomes y xt when x is equal to 0 y 0t is equal to 0. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് 0. റൈറ്റ് സൈഡിൽ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? c1 cos 0 പ്ലസ് c2 sin 0. c1 cos 0 1 ആയതുകൊണ്ട് c1 into 1 പ്ലസ് c2 sin 0 0 ആയതുകൊണ്ട് അത് 0 ആയി പോകും. അപ്പോൾ c1 into c3 cos cpt പ്ലസ് c4 sin cpt എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് when you apply x is equal to 0 you will get a result like this: c1 into c3 cos cpt plus c4 sin cpt equal to 0. This relation indicates that either c1 equal to 0 or c3 and c4 simultaneously equal to 0. അങ്ങനെ വരണമല്ലോ. c3 c4 ഒരുപോലെ 0 ആവുകയും അല്ലെങ്കിൽ c1 0 ആവുകയാണ് ഇവിടെ സംഭവിക്കാവുന്നത്. ബട്ട് വാട്ട് ഈസ് പോസിബിൾ ഈ c1 ഈക്വൽ ടു 0. ഇവിടെ c1 0 ആവുക മാത്രമേ ചെയ്യുള്ളൂ. ബൈ if c3 and c4 simultaneously become 0, that means here yxt will become 0. c3 and c4 ഒരുപോലെ 0 ആയി പോയാൽ നമ്മുടെ സൊല്യൂഷൻ ട്രിവിയൽ സൊല്യൂഷൻ ആയി പോകും, അതായത് 0 സൊല്യൂഷൻ ആയി പോകും. അതുകൊണ്ട് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദാറ്റ് ഇസ് c1 ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് c1 0 എന്നാണ്. അത് നമുക്ക് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1 this becomes, അപ്പോൾ നമ്മുടെ സൊല്യൂഷനെ നമ്മൾ വീണ്ടും എടുത്തെഴുതുകയാണ്. സൊല്യൂഷൻ വിൽ ബിക്കം yxt ഈക്വൽ ടു c1 0 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് c2 sin px ഇൻറ്റു റിമൈനിങ് ടേം c3 cos cpt പ്ലസ് c4 sin cpt. അതായത് നമ്മുടെ സൊല്യൂഷനെ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് എഴുതി. ദാറ്റ് മീൻസ് c1 0 കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഇക്വേഷനെ വീണ്ടും തിരിച്ചെഴുതി. അപ്പോൾ ഇനി നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യമില്ല, ബിക്കോസ് വി ഹാവ് ഗോട്ട് ദ ന്യൂ yxt ഈക്വൽ ടു c2 sin px ഇൻറ്റു c3 cos cpt പ്ലസ് c4 sin cpt. ഓക്കെ, ഒരു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ഇനി അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യാം, ylt ഈക്വൽ ടു 0. അപ്പോൾ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു അപ്ലൈ ദ കണ്ടീഷൻ ylt ഈക്വൽ ടു 0. വാട്ട് ഇസ് ദാറ്റ് മീൻ? എക്സ് എൽ ആകുമ്പോൾ എന്താണ് സൊല്യൂഷൻ എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. എക്സ് എൽ ആകുമ്പോൾ അതായത് ആ എൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു എൽ എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ylt 0 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 0 ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, പുതിയ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഇക്വേഷൻ 2 എന്ന് കൊടുത്താൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു എൽ ഇൻ ഇക്വേഷൻ 2 വിച്ച് ഇംപ്ലൈസ് 0 ഈക്വൽ ടു c2 sin p എൽ എന്ന് വരും. എക്സിന് എൽ എന്നാണ് കൊടുക്കുക. ബാക്കി c3 cos cpt പ്ലസ് c4 sin cpt. ഇവിടെയും ലെറ്റ് us see the solutions. This equal to this whole term equal to 0 only if c2 0 ആകണം, അല്ലെങ്കിൽ sin pl 0 ആകണം, or otherwise c3 and c4 simultaneously 0 ആകണം.
ഈ 3 കേസിലും ഏതാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്? C2 0 ആവാൻ പാടില്ല, കാരണം C1 0 ആണ്, C2 കൂടെ 0 ആയി പോയാൽ ടോട്ടൽ സൊല്യൂഷൻ 0 ആയി പോകും. അപ്പോൾ ഇവിടെ C2 cannot be equal to 0. അപ്പോൾ C2 0 എന്നുള്ള കേസ് പോസിബിൾ അല്ല. പിന്നെ ഇത് 0 ആവണമെങ്കിൽ C3യും C4ഉം സൈമിൾട്ടേനിയസ്ലി 0 ആണ്, അതും പോസിബിൾ അല്ല. കാരണം C3യും C4ഉം 0 ആയാൽ ഈ ഹോൾ ടേം 0 ആയി ട്രിവിയൽ സൊല്യൂഷൻ കിട്ടും. സോ അതും പോസിബിൾ അല്ല. സോ ഓൺലി പോസിബിലിറ്റി ഇൻ ദിസ് കേസ് ഈസ് സൈൻ PL 0 ആവുക എന്നുള്ള കേസാണ് നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നത്. അതായത് സൈൻ PL 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? PL is equal to എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് n π. നമുക്ക് PLനെ n π എന്നെടുക്കാം. ഓക്കെ, സോ സൈൻ PL 0 is means PL is equal to n π എന്നെടുത്താൽ മതി. സോ PL n π ആകുമ്പോഴാണ് അല്ലേ സൈൻ 0 0 ആണ്. ഫോർ ഓൾ n വിത്ത് 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര 1 2 3 എക്സെട്ര സൈൻ PL ഈക്വൽ ടു 0 ആണ്. സൈൻ 0 സൈൻ പൈ സൈൻ 2 സൈൻ പൈ എക്സെട്ര സൈൻ 2 പൈ 3 പൈ എക്സെട്ര 0 നിങ്ങൾക്ക് അറിയാം. സോ PL ഈക്വൽ ടു n π ബിക്കോസ് സൈൻ n π ഈസ് 0 എന്ന് കിട്ടും. സോ ഇറ്റ് ഇംപ്ലൈസ് ഇതിൽ നിന്നും നമുക്ക് P കിട്ടും. P ഈസ് ഈക്വൽ ടു n π ഡിവൈഡഡ് ബൈ L. സോ രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? P ഈസ് ഈക്വൽ ടു n π ബൈ L എന്നുള്ള റിലേഷനാണ് കിട്ടുക. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് റിലേഷൻ ഇൻ ഇക്വേഷൻ 2 ഓർ ദ സൊല്യൂഷൻ. ദ കറന്റ് സൊല്യൂഷൻ ഈസ് yxt ഈസ് ഈക്വൽ ടു C2 sin n π ബൈ L into C3 cos CPT plus C4 sin CPT for n equal to 1 2 3 etc. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ സൊല്യൂഷൻ. ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ 3. സോ yxt is the solution. അപ്പോൾ ഇവിടെ നമുക്ക് Pയും C1ഉം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് 3 കോൺസ്റ്റൻസും കൂടെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. അതിനു മുമ്പ് നമുക്കിതിനെ വീണ്ടും ഒന്ന് മാറ്റി എഴുതാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നൗ ഈ ഇക്വേഷൻ നമുക്കൊന്നും കൂടെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് yxt is equal to C2 sin n pi x by L into C2 C3 cos CPT plus C2 C4 sin CPT for all n equal to 1 2 3 etc. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു ഓരോ എന്നിനും ഓരോ സൊല്യൂഷൻ കിട്ടുന്നു. സോ ഫോർ ഈച്ച് വാല്യൂ ഓഫ് n വി വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് സൊല്യൂഷൻ. അപ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ സൊല്യൂഷൻ എഴുതാൻ, ജനറൽ സൊല്യൂഷൻ എഴുതാൻ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അതായത് y1 ആൻഡ് y2 ആർ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ. ദെൻ C1 y1 പ്ലസ് C2 y2 ഈസ് ഓൾസോ എ സൊല്യൂഷൻ എന്ന് നിങ്ങൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. C1 y1 പ്ലസ് C2 y2 പ്ലസ് എക്സെട്ര Cn yn വിൽ ബി ഓൾസോ എ സൊല്യൂഷൻ. ആ തിയറി ഉപയോഗിച്ച് ഓരോ എന്നിനും ഇത് ഓരോ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നു. അതിനെയെല്ലാം നമുക്ക് കമ്പൈൻ ചെയ്ത് അതിനെ ലീനിയർ കോമ്പിനേഷൻ എടുത്ത് ഒറ്റ സൊല്യൂഷനായിട്ട് എഴുതുകയാണ്. അതായത് n1 ആകുമ്പോഴുള്ള സൊല്യൂഷൻ പ്ലസ് n2 ആകുമ്പോഴുള്ള സൊല്യൂഷൻ എക്സെട്ര. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ജനറൽ ആയിട്ട് ഒരുമിച്ച് എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ദ സം ഓഫ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n1 തുടങ്ങിയുള്ള സൊല്യൂഷൻ ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ എൽ ഇൻറ്റു ഇനി C2 C3ക്ക് ഞാൻ an എന്ന് കൊടുക്കുകയാണ്. കാരണം ഓരോ എന്നിനും നമുക്ക് ഡിഫറെൻറ്റ് കോൺസ്റ്റൻസ് കിട്ടും. സോ വി വിൽ കൺസിഡർ C2 C3 ആസ് an cos CPT പ്ലസ് C2 C4ന് സം bn എന്ന് കൊടുക്കുക, bn sin CPT. So this is what the solution obtained for the one-dimensional wave equation when you apply both the boundary condition. രണ്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ സൊല്യൂഷനായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ 4 എന്ന് കിട്ടും. Again it remains to find out an-ഉം bn-ഉം കൂടെ നമുക്കിവിടെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇവിടെ P നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. P നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. P is n pi by L ആണ്. സോ ഇതിനെ നമുക്കിനി എഴുതുമ്പോൾ cos c n pi t by L, cos n pi c t by L എന്ന് കുറച്ചും കൂടെ വൃത്തിയായിട്ട് എഴുതാം. n pi c t by L പ്ലസ് സിഗ്മ പ്ലസ് bn sin n pi c
സി ടി ബൈ എൽ. അവിടെ നമുക്ക് പിക്കും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്നതാണ് നല്ലത്, ബിക്കോസ് നമ്മൾ പി കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ വി ഹാവ് this is given as a solution when we apply the boundary condition. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഇനി ഇക്വേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇനീഷ്യൽ കണ്ടീഷൻസും കൂടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെന്നായിരുന്നു. അതായത് ഇനീഷ്യലി ടൈം 0-ൽ the string is displaced in the form of f of x. f of x എന്നൊരു ഫംഗ്ഷൻ്റെ ഫോമിലാണ് അത് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ y of x0 is equal to f of x എന്നാണ് ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ. അത് നമുക്ക് ഇക്വേഷൻ 4-ൽ അപ്ലൈ ചെയ്യാം. 4-ൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ വി ആർ പുട്ടിങ് t ഈക്വൽ ടു 0. ടിക്ക് 0 എന്ന് കൊടുക്കുക. അപ്പോൾ y x0 എന്ന് പറയുന്നത് f of x ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് f of x ആയിട്ട് മാറും. റൈറ്റ് സൈഡിൽ സിഗ്മ n ഈക്വൽ ടു 1 to infinity sin n pi x by l ഇൻറ്റു എ എൻ കോസ് 0 എന്ന് വരും അല്ലേ. കോസ് 0 1 ആണ്, അതുകൊണ്ട് നമുക്കത് എ എൻ ആയിട്ട് മാറും. പ്ലസ് ബി എൻ സൈൻ 0. സൈൻ 0 0 ആയതുകൊണ്ട് ദാറ്റ് വിൽ റെഡ്യൂസ് ടു സിഗ്മ. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity എ എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതായിരിക്കും, കാരണം ഈ ഇക്വേഷൻ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ദിസ് ഈസ് എ ഫോറിയർ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ് അല്ലേ. ഇത് ഫോറിയർ സീരീസ് ആണ്, ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ്. അപ്പം ഓയിലേഴ്സ് ഫോർമുല വെച്ച് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എ എൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ 2/L ഇൻ്റഗ്രൽ 0 to L f of x ഇൻറ്റു സൈൻ n pi x by L dx എന്ന് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. സിൻസ് ദിസ് ബീയിങ് എ ഫോറിയർ ഹാഫ് റേഞ്ച് സൈൻ സീരീസ്, ഇറ്റ്സ് കോഎഫിഷ്യൻ്റ് എ എൻ ഈസ് ഗിവൺ ബൈ 2/L ഇൻ്റഗ്രൽ 0 to L f of x സൈൻ n pi x by L dx. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എ എൻ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് കിട്ടി. ഇനി നമുക്ക് ബി എന്നും കൂടെ ഇവിടെ കിട്ടിയാൽ മതി. അതിനുവേണ്ടി നമ്മൾ അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ? നമുക്ക് തന്നിരിക്കുന്ന അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ ഇതായിരുന്നു. ഡോ യു ബൈ ഡോ ടി ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ജി ഓഫ് എക്സ്. അതായത് അറ്റ് ടൈം 0 ദ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ സം ജി ഓഫ് എക്സ്. അപ്പോൾ നമുക്കിവിടെ ഈ ഡോ യു ബൈ ഡോ ടി, യു അല്ല, വി ആർ യൂസിങ് ഹിയർ വൈ. ഡോ വൈ ബൈ ഡോ ടി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡോ വൈ ബൈ ഡോ ടി ആണ് ആദ്യം കാണേണ്ടത്. അപ്പോൾ ഡോ വൈ ബൈ ഡോ ടി നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഫോർത്ത് ഇക്വേഷൻ ആണ്. അപ്പോൾ ഡോ വൈ ബൈ ഡോ ടി എന്ത് കിട്ടും? ഡോ വൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity. ഇതിനെ ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ സൈൻ എൻ പൈ എക്സ് ബൈ എൽ കോൺസ്റ്റൻ്റ് ആണ്. ഇൻസൈഡ് എ എൻ ഇൻറ്റു കോസ് എൻ പൈ സി ടി ബൈ എല്ലിനെ നമ്മൾ ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു ഗെറ്റ് എൻ പൈ സി ബൈ എൽ ഈസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് ഈസ് മൈനസ് സൈൻ എൻ പൈ സി ടി ബൈ എൽ പ്ലസ് അടുത്ത ടേമിലും ബി എൻ ഇൻറ്റു എൻ പൈ സി ബൈ എൽ കോൺസ്റ്റൻറ്റ് സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് എൻ പൈ സി ടി ബൈ എൽ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡോ വൈ ബൈ ഡോ ടി കിട്ടി. ഇനി നമുക്ക് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഡോ വൈ ബൈ ഡോ ടി അറ്റ് x0, അതായത് t0 ആവുമ്പോൾ t0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഓവർ ഹിയർ. ഇവിടെ നമുക്ക് t0 കൊടുക്കുമ്പോൾ ഡോ വൈ ബൈ ഡോ ടി അറ്റ് x0 ജി ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ജി ഓഫ് എക്സ് ആണ്. റൈറ്റ് സൈഡിൽ എന്ത് വരും? സിഗ്മ n ഈക്വൽ ടു 1 to infinity സൈൻ n പൈ എക്സ് ബൈ എൽ ഇൻറ്റു എ എൻ സൈൻ എൻ പൈ സി ടി ബൈ എൽ. ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ സൈൻ 0 0 ആയിപ്പോൾ, അതായത് ഫസ്റ്റ് ടേം 0 ആയിപ്പോൾ. ഇനി സെക്കൻഡ് ടേമിൽ കോസ് എൻ പൈ സി ടി, ടിക്ക് 0 കൊടുക്കുമ്പോൾ കോസ് 0 കിട്ടും. കോസ് 0 1 ആണ്, അതുകൊണ്ട് അവിടെ ബി എൻ ഇൻറ്റു എൻ പൈ സി ബൈ എൽ റിമെയിൻ ചെയ്യും. അപ്പോൾ ദിസ് ഈസ് ഹൗ യു ഗോട്ട് ദ വാല്യൂ ഫോർ or applying the second initial condition. This is what the result obtained. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് നോക്കുക, ഇവിടെ നിങ്ങൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? സോ ഇവിടെ നമുക്ക് g of x is equal to sigma n equal to 1 to infinity bn into n pi c by l into
sin n pi x by l എന്നാണ് കിട്ടിയിരിക്കുന്നത്. ദിസ് ഈസ് അഗെയിൻ എ ഫോറിയർ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ്, ഫോറിയർ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് whose coefficient is bn n pi c by l. അവിടെ bn എന്ന് മാത്രമല്ല bn into n pi c by l എന്നാണ് കോഎഫിഷ്യന്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫോറിയർ സൈൻ സീരീസിന്റെ തിയറം അനുസരിച്ച് ഓയിലർ കോഎഫിഷ്യന്റ് നമുക്ക് എന്ത് കിട്ടും? bn into n pi c by l is equal to 2 by l integral 0 to l, ഇവിടെ g of x ആണ്, g of x into sin n pi x by l dx എന്ന് കിട്ടും. അതായത് ഇവിടെ നിന്ന് നമുക്ക് bn ഒന്നും കൂടെ എടുത്തെഴുതാം. എല്ലും എല്ലും കൂടെ ക്യാൻസൽ ആയിട്ട് 2 by n pi c റൈറ്റ് സൈഡിലേക്ക് വരും, 0 to l g of x into sin n pi x by l dx എന്നാണ് നമുക്ക് കിട്ടുക. അതായത് നമുക്ക് ബി എന്നും കിട്ടി എ എന്നും കിട്ടി. ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തപ്പോൾ വി ഹാവ് ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് എ എൻ. സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ ഡോ വൈ ബൈ ഡോ ടി കൊടുത്തപ്പോൾ നമുക്ക് ബി എൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂം കിട്ടി. അതുകൊണ്ട് ഫൈനലി വി വിൽ കൺക്ലൂഡ് the solution of one-dimensional wave equation which has the initial boundary conditions given, and the initial conditions are with initial displacement f of x and initial velocity g of x is given by y of xt is equal to sigma n is equal to 1 to infinity sin n pi x by l into an cos n pi ct by l plus bn sin n pi ct by l, where an is equal to 2 by l integral 0 to l f of x sin n pi x by l dx, and bn is equal to 2 by n pi c into 0 to l g of x sin n pi x by l, where f of x is the initial displacement and g of x is the initial velocity. Okay, so at last ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സ്ട്രിങ്ങിനെ നമ്മൾ വലിച്ചു വിടുമ്പോൾ അവിടെ വൈബ്രേഷൻ ഉണ്ടാകുന്നു. നമ്മൾ ആ വലിക്കുമ്പോൾ അവിടെ ഒരു ഇനീഷ്യൽ വെലോസിറ്റി അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇനീഷ്യലി അത് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എഫ് ഓഫ് എക്സും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇനീഷ്യൽ വെലോസിറ്റി ജി ഓഫ് എക്സും ആണെങ്കിൽ ആ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ ഫൈനൽ സൊല്യൂഷൻ ഇതായിരിക്കും. വൈ എക്സ് ടി സിഗ്മ n equal to 1 to infinity sin n pi x by l an cos n pi ct by l plus bn sin n pi ct by l, where an is given by this and bn is given by this. ഇനി നിങ്ങൾ വേറെ രണ്ട് കേസും കൂടെ നമുക്കിവിടെ പറയാം. സപ്പോസ് ദാറ്റ് സ്ട്രിങ് ഈസ് in the equilibrium position. സ്ട്രിങ് ഈക്വിലിബ്രിയം പൊസിഷനിലാണ്, നമുക്ക് അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണ്. ആ കേസിൽ നമുക്ക് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ആ കേസിൽ നമുക്ക് എഫ് എക്സ് 0 ആവുകയും ഈ സൊല്യൂഷൻ എങ്ങനെയായിട്ട് മാറും? എഫ് എക്സ് 0 ആകുമ്പോൾ അല്ലെങ്കിൽ എ എൻ 0 ആവുകയും ഈ സൊല്യൂഷൻ വൈ എക്സ് ടി എന്ന് പറയുന്നത് സിഗ്മ n equal to 1 to infinity sin n pi x by l into bn sin n pi ct by l, where bn is obtained by this എന്നുള്ള കേസിലാവും. ഇനി വേറൊരു കേസിൽ ഇനീഷ്യലി നമ്മൾ ആ സ്ട്രിങ്ങിനെ ഇങ്ങനെ ഒരു ആകൃതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാം. ആ സ്ട്രിങ്ങിനെ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിനെ ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് റിലീസ് ചെയ്യുകയാണ്. റിലീസ് ചെയ്യുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും. ഈ കേസിൽ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അപ്ലൈ ചെയ്തേണ്ടി വരുന്നില്ല, പക്ഷേ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ആദ്യം അതിനെ ഡിസ്പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഉണ്ട്, പക്ഷേ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ തന്നെ അത് വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കേസിൽ ജി ഓഫ് എക്സ് 0 ആവുകയും എഫ് ഓഫ് എക്സ് ഉണ്ട്. ആ കേസിൽ നമുക്ക് ബി എൻ 0 ആകും. അങ്ങനെയുള്ള കേസിൽ വരുന്ന പ്രോബ്ലം ചെയ്യാൻ നമുക്ക് സൊല്യൂഷൻ ഇങ്ങനെ എടുക്കാം. സിഗ്മ n equal to 1 to infinity sin n pi x by l, കാരണം ഇനീഷ്യൽ വെലോസിറ്റി ഇല്ലാത്തത് കൊണ്ട് ബി എൻ 0 ആവുകയും എ എൻ കോസ് എൻ പൈ സി ടി ബൈ എൽ എന്ന് പറയുന്ന ടേമാണ് അവിടെ ഉണ്ടാവുക. ആൻഡ് എ എൻ ഈസ് ഈക്വൽ ടു 2 by l 0 to l എഫ് ഓഫ് എക്സ്, അവിടുത്തെ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ടാവും. ഇങ്ങനെ 2-3 കേസിലായിട്ട് മാറി മാറിയാണ് നമുക്ക് ഈ പർട്ടിക്കുലർ ടോപ്പിക്കിലെ പ്രോബ്ലംസ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിന് നമുക്കൊരു ജനറൽ പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യാം. വേർ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റും ഇനീഷ്യൽ വെലോസിറ്റിയും ഉള്ള കേസിൽ നമുക്ക് സൊല്യൂഷൻ ഈ രീതിയിൽ കിട്ടുന്നു. അതിനനുസരിച്ച് മാറ്റം വരുന്നതനുസരിച്ച് കണ്ടീഷൻസ്, ഇനീഷ്യൽ കണ്ടീഷൻസ്, ബൗണ്ടറി കണ്ടീഷൻസിന് മാറ്റമൊന്നുമില്ല. ഇനീഷ്യൽ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് പ്രോബ്ലത്തിലുള്ള വാല്യൂസ് അതിനനുസരിച്ച് മാറുന്നു.
സൊല്യൂഷൻ അതിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, താങ്ക് യു.